ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗ് ആയാലോ? വേറെ എവിടേക്കല്ല കേട്ടോ, എൻ്റെ വീടിന് കുറച്ച് പോകാനുള്ളൂ. നമ്മുടെ കോഴിക്കോട് ഫറൂഖ് ചാലിയത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ചാലിയ ഇപ്പോൾ ഫുള്ള് നവീകരിച്ച് അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫറൂഖിലെ കോമൺവെൽത്ത് ടൈൽ കമ്പനി, അതായത് ഓട്ട് കമ്പനി. അപ്പോൾ നമ്മുടെ ഫറൂഖ് ശരിക്കും എന്താ പറയുക, ഓട്ട് കമ്പനിയും അതുപോലെ തന്നെ തടി വ്യവസായം അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ഓട്ട് കമ്പനിയും അതുപോലെ തന്നെ തടി വ്യവസായമൊക്കെ കുറഞ്ഞു കേട്ടോ. ഓട്ട് കമ്പനിയൊക്കെ കുറേ പൂട്ടിപ്പോയി. ഈ കാണുന്നതാണ് കേട്ടോ കരുവന്തിരുത്തി പാലം. അപ്പോൾ ഇവിടെ ട്രോളിങ്ങിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ ഒരുപാട് ബോട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ലാത്തതാണ് കേട്ടോ അധികം ഒന്നും കാണാത്തത്. അപ്പോൾ ഫൈനലി നമ്മൾ ചാലിയം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ ആ കോൺക്രീറ്റിൻ്റെ റോഡ് കാണുന്നില്ലേ? അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് കാറുകളൊന്നും പോവില്ല കേട്ടോ. കാറിന് പ്രവേശനമില്ല, 2 വീലേഴ്സ് മാത്രമേ പോകത്തുള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ ആ ഒരു കരഭാഗം പോലത്തെ കാണുന്നില്ലേ? അതാണ് നമ്മുടെ ബേപ്പൂർ പുളിമോട്. ഇതേ ഒരു ബ്ലൂ കളറിലുള്ള ബോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ നമ്മൾ ഈ ഒരു ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എനിക്കിങ്ങനെ വേറെ ഏതോ സ്ഥലത്തൊക്കെ പോയ പോലത്തെ ഒരു ഫീൽ ആട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ. പിന്നെ ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നില്ലേ, അതാണ് ലൈറ്റ് ഹൗസ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ബേപ്പൂർ വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി ആളുകൾ വരുന്ന കുറവായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടും കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത്. മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ബേപ്പൂർ പുളിമൂട് വെച്ച് കമ്പയർ ചെയ്യുമ്പം അപ്പോൾ അതേ ആ ദൂരെ കാണുന്നില്ല ഇങ്ങനെ ഓരോ വീടൊക്കെ പോലെ തോന്നിക്കുന്നത്, അതാണ് കേട്ടോ നമ്മുടെ ചാലിയം ബീച്ച് ഇപ്പം പുതുതായിട്ട് നവീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നവീകരണ പ്രവർത്തനമൊക്കെ ഏകദേശം പൂർത്തിയായിട്ട് ഓപ്പൺ ആവാനായിട്ട് നിൽക്കുന്ന നമ്മുടെ ചാലിയം ബീച്ച്. ഈ കാണുന്ന ഓല മേഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ കടകളാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഇവിടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ കടകളിലായിട്ട് എന്താ പറയുക, നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സ്പേസാണ്. പിന്നെ ഇതൊക്കെ കാണുന്നതൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇതാണ്, ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഫുൾ വ്യൂ കാണാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം കേട്ടോ. എന്ത് ഭംഗിയല്ല കാണാൻ വേണ്ടിയിട്ട്. ഫുൾ വ്യൂ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ നിന്നുകൊണ്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് ടോയ്ലറ്റ്സ് ആണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, പബ്ലിക്കിന് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ടോയ്ലറ്റ്സ് ആണ്. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാരണം നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ പോലും ഇല്ലാത്തൊരു സൗകര്യമാണ് ടോയ്ലറ്റ്സ്. അപ്പോൾ അത് ഇവിടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്നിട്ട് നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലിൻ്റെ വ്യൂ ആണ്. അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു. ഈ ഒരു ടൈമിൽ നമ്മൾ രാവിലെ ആയിരുന്നു പോയത്, എന്നിട്ട് പോലും നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ ആയിരിക്കും കൂടുതൽ ഇവിടെ വരാൻ, അല്ലെങ്കിൽ പിന്നെ നന്ന രാവിലെ വരേണ്ടി വരും. അപ്പോൾ ഇപ്പം പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയ സമയത്ത്.
പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബേപ്പൂരിനെയും ചാലിയത്തെയും ബന്ധിപ്പിക്കുന്ന ജങ്കാർ സർവീസ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ചാലിയം ഫിഷ് ലാൻഡിംഗ് സെന്റർ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.